20 Madras Mail coming from Trivandrum Central will arrive on platform number 6 at 7:30 hours. திருவனந்தபுரத்திலிருந்து சென்னை வந்து சேரும் 20ஆம் நம்பர் மெட்ராஸ் மெயில் 7:30 6வது பிளாட்பாரத்திற்கு வந்து சேரும். ഹലോ ഹിച്ച്കോക്ക്, മദ്രാസ് എത്താറായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മൂക്ക. ഏയ് ടോണി കുരിശിംഗ്, ഗുഡ് മോർണിംഗ്. ഡിസ്റ്റർബൻസ് ആയോ? ഗുഡ് മോർണിംഗ് മമ്മൂക്ക. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നല്ല ബ്രാൻഡിയും ബിസ്കിയും റമ്മും എല്ലാം കൂടെ കൂട്ടി കുഴച്ചടിച്ച് കുളമായി പോയി. സാർ ക്ഷമിക്കണം. ഞങ്ങളും ചളമായി പോയി. ഞാൻ ഇന്നലെ കള്ളു കുടിച്ച് കുറച്ച് അപമര്യാദയായിട്ടൊക്കെ പെരുമാറി. ഒന്നും മനഃപൂർവ്വമല്ല, മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ. സോറി. കളയടോ, ഇതിന്റെയൊക്കെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ എനിക്കും കഴിയും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇതിനേക്കാളും വലിയ അഭ്യാസങ്ങൾ ഞാൻ ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾ ഈ കാണിക്കുന്നത് കാണുമ്പോ എനിക്ക് അസൂയ. നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ ആരാ? ഞാൻ AVM സ്റ്റുഡിയോയിലുണ്ടാവും 2-3 ദിവസം. സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങും. മദ്രാസ് എടുക്കാറായി, കിടന്ന് ഉറങ്ങിക്കളല്ലേ. അറിയാവോ? സോറി കേട്ടോ. കാണാം. Your attention please. Train number 20 Madras Mail coming from Trivandrum Central is now arriving on platform number 6. ദേവി മോളെ, பயணிகள் கவனத்திற்கு சென்னையிலிருந்து ஹவுரா வரை செல்லும் 140 മോളെ കാണുന്നില്ലല്ലോ. attention please. Train number 141 Coromandel ഗുഡ് മോർണിംഗ് സർ. പെട്ടിയെടുത്തോയി. ചൊക്കലിംഗ്. മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ഓടിയാ. നീ എന്റെ മോളെ. ഞാനോ? നീ എന്റെ മോളെ. ഞാനോ? கேட்டுட்டா இருக்கா? நீங்க எங்க போன சொல்லுங்க. எப்படி சார் போறது? போற எடுத்து சொல்லுங்க சார். என்ன சார் தகராறு? வண்டி எடுத்து போறது எங்க போன சொல்லுங்க. வண்டி போடா. கண்ட்ரோல் ரூம் கூப்பிடுங்க. என்ன விஷயம் சொல்றேன்.
ടോണി ഇനിയിപ്പോ എന്താ ചെയ്യും? ഈ വണ്ടി കൊണ്ടുപോയാലേ സംശയിക്കും, നമ്മൾ പിടിക്കപ്പെടും. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകും, തിരിച്ചു പോയാലോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ടിക്കറ്റിലെ റിസർവേഷൻ സ്ലിപ്പിൽ നമ്മുടെ അഡ്രസ്സും പേരും ഉണ്ട്. പോലീസ് അവിടെയും തേടി എത്തും. അയ്യോ, അപ്പൊ ഇനി എന്തോ ചെയ്യും? ഇനി എന്താ ചെയ്യുന്നത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. തൽക്കാലം ഈ വണ്ടി ഇവിടെ കളയാൻ രക്ഷപ്പെടാം. വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു ഡബിൾ റൂം വിത്ത് എക്സ്ട്രാ ബെഡ്. ഓക്കെ സാർ. നെയ്മ് ആൻഡ് അഡ്രസ്. അല്ല, പേര് അഡ്വാൻസ് 300 rupees. റെസിറ്റ് റൂം കൊടുത്താണ് സാറേ. റൂം നമ്പർ 201. ശരി സാർ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ നായർ, എനിക്ക് ഈ മർഡറിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞില്ലേ സാർ, കോട്ടയത്തുനിന്ന് കയറിയപ്പോൾ മുതൽ ബഹളമായിരുന്നു. 3-നും ബോധമില്ലായിരുന്നു. രാത്രി മോളെ അറ്റാക്ക് ചെയ്യാൻ വരെ ശ്രമം നടന്നു. ഒടിയും മമ്മൂട്ടി ഇടപെട്ടു. അങ്ങനെ ഒരു ഉദ്ദേശം കൊലയ്ക്ക് പിന്നിലുണ്ടാകാനിടയില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഒരു റേപ്പ് അറ്റംപ്റ്റോ സ്ട്രഗിളോ നടന്ന ലക്ഷണമില്ല. മാത്രമല്ല 4 പേർ ഉറങ്ങുന്ന ഒരു ക്യാബിനിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് മറ്റ് 3 പേരും അറിയാതെ ഒരു കൊലപാതകം ചെയ്യുക, ദർ ഇസ് എ വെരി റെയർ ചാൻസ്. വാട്ട് യു മീൻ സാർ? അതേ കൂപ്പയിലുണ്ടായിരുന്നവർ തന്നെ ആയിക്കൂടെ അത് ചെയ്തത്? സാർ, അത് ഞാനും വൈഫും. ഹു വാസ് ദ തേർഡ് പേഴ്സൺ? സുരേഷ്, ഏജ് 27, എറണാകുളത്ത് നിന്ന് കയറിയവൻ. സംഭവം അറിയുന്ന സമയത്ത് ദാറ്റ് മോർണിംഗ് സുരേഷ് ക്യാബിനിലുണ്ടായിരുന്നോ? ഞാനത് ശ്രദ്ധിച്ചില്ല സാർ. ഉണ്ടായിരുന്നില്ല. ഹി വാസ് മിസ്സിംഗ്. ആ പയ്യൻ വളരെ മര്യാദക്കാരൻ, വെൽ ബിഹേവ്ഡുമായിരുന്നു. അവന്റെ സീറ്റിന് വേണ്ടി പോലും ഒരു ബഹളം നടന്നു. എന്തിന്? ഒരു കുപ്പി കള്ളും കൈ കുറെ കാശുകൊണ്ട് ട്രെയിനിൽ എന്താ സാർ നടക്കാത്തത്? അതിന് പറ്റിയ കുറെ TTRമാര്. സാർ, അത് കമ്പാർട്ട്മെന്റ് TT வரதான். கடவுள் சத்தியமா அந்த கொலையை பத்தி எனக்கு ஒண்ணுமே தெரியாது. அப்புறம் யார் கொலை பண்ணியது? அந்த பசங்க தான் சார். அது உனக்கு எப்படி தெரியும்? நீ பாத்தியா? ஐயோ, நான் பார்க்கல. அப்புறம் அந்த பசங்கள்ல ஒருத்தனுக்கு அந்த பொண்ணு மேல ஆசை. அதை தொடர்ந்து நேற்று நைட்ல ஒரு கலாட்டா நடந்தது. உனக்கு அவங்கள பார்த்தா தெரியுமா? பார்த்தா தெரியும் சார். ட்ரெயின்ல வேற என்ன கலாட்டா நடந்தது? ஐயோ, நான் எந்த கலாட்டையும் பண்ணல சார். நீ அல்ல, அவரு. மலையாளம் ஆக்டர் மம்முக்குட்டி அவருடைய போட்டோ எடுத்தாச்சு. நீ பாத்தியா? நான் பார்த்தாச்சு. அவங்களுக்கும் மம்முட்டிக்கு என்ன சம்பந்தம்? அது எனக்கு தெரியாது சார்.